മക്കളെ कैसे हो സ്നേഹാമസ് ആണ് ഹിന്ദിയാണ് എടുക്കുന്നത്. വരൂ നമുക്ക് കുറച്ച് ഹിന്ദി പഠിക്കാം അല്ലേ. അപ്പം നമ്മുടെ 9ാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്റർ, ഹിന്ദിയിലെ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ചട്ട്പട്ട് ഓർ നട്ട്കട്ട് എന്ന് പറയുന്ന പാഠമായിരുന്നു അല്ലേ. ഒരു പൊളി പാഠമായിരുന്നു. അതിൽ 2 ഹീറോകളായിരുന്നു ഉണ്ടായിരുന്നത്. ഒന്ന് ചട്ട്പട്ടായിരുന്നു, ഒന്ന് നട്ട്കട്ടായിരുന്നു അല്ലേ. ഇവർ രണ്ടുപേരും നമ്മുടെ ഓണപരീക്ഷയ്ക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. എന്തായാലും ഇവരെ കുറിച്ച് ഷുവറായിട്ടും ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചോദിക്കും. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ അതിന് വളരെ നന്നായിട്ട് ആൻസർ എഴുതാൻ വേണ്ടിയിട്ടുള്ള പൊടിക്കൈയായിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. ഈ ഒരു വീഡിയോയോട് കൂടി നമുക്കത് സെറ്റാക്കി മാറ്റാം. അപ്പം നോക്കിക്കേ, ഒന്ന് ചട്ട്പട്ടായിരുന്നു, അതായത് വലിയവനായിരുന്നു. സ്കൂള് വിട്ടാ വീട്, വീട് വിട്ടാ സ്കൂൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നല്ലവനായ ഉണ്ണിയായിരുന്നു. അവൻ്റെ പേര് ചട്ട്പട്ട് എന്നായിരുന്നു. മറ്റവനാണെങ്കിൽ സ്കൂള് പോകുന്ന വഴിക്ക് ഒരു നദി കാണുന്നു. അവിടെ ടൈറ്റാനിക് ഉണ്ടാക്കി കളിക്കുന്നു. തലയും കുത്തി നദിയിലേക്ക് വീഴുന്നു. കുരുത്തം കെട്ടവനായിരുന്നു. അവൻ്റെ പേര് നട്ട്കട്ട് എന്നായിരുന്നു. അപ്പോൾ ഇവർ 2 പേരെ കുറിച്ചും പഠിച്ചിരിക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ മക്കൾക്ക് ഒരു ഹിന്റ് തന്നിട്ടുണ്ട്. എന്ത്? നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ, അതായത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഒരു ഹിന്റ് തന്നിട്ടുണ്ട്. അതായത് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും ചോദിക്കാൻ സാധ്യത. അതായത് ഒരു ബോക്സ് തന്നിട്ടുണ്ടാവും. അതിൽ നട്ട്കട്ടിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ തന്നിട്ടുണ്ടാവും, ചട്ട്പട്ടിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ തന്നിട്ടുണ്ടാവും. അത് നിങ്ങൾ എന്ത് ചെയ്യണം? ചേരുംപടി ചേർക്കണം, മാച്ച് ദ ഫോളോയിങ് ചെയ്യണം, അല്ലെങ്കിൽ സഹി മിലാൻ കരേ ചെയ്യണം. അതായത് സഹി മിലാൻ കരേ എന്ന് പറഞ്ഞിട്ടായിരിക്കും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരിക അല്ലേ. അപ്പം നമുക്ക് ഈ ക്വസ്റ്റ്യൻ ആദ്യം ചെയ്യാം, എന്നിട്ട് നമ്മുടെ ബോണസ് പോയിന്റിലേക്ക് കിടക്കാം കേട്ടോ. അപ്പം ആദ്യം നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻ നന്നായിട്ട് ചെയ്യാം. നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോളാം കേട്ടോ. നോക്കിക്കേ, കഹാനി കെ പാത്രോं की विशेषताएं पहचाने. കഹാനി എന്ന് വെച്ചാൽ എന്താണ്? സ്റ്റോറിയാണ് അല്ലേ. സ്റ്റോറിയിലെ പാത്രോं की, ക്യാരക്ടേഴ്സിൻ്റെ വിശേഷതകൾ പെഹച്ചാനെ, തിരിച്ചറിയൂ. സഹി മിലാൻ കരേ. ഈ സഹി മിലാൻ കരേ എന്ന് വെച്ചാൽ എന്താണ്? മാച്ച് ദ ഫോളോയിങ് ആണ്, ചേരുംപടി ചേർക്കലാണ് എന്നുള്ളത് മക്കൾ മനസ്സിലാക്കി കേട്ടോ. അപ്പൊ നോക്കിക്കേ, നട്ട്കട്ട് കോ എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. ആദ്യത്തെ പോയിന്റ് എന്താ നോക്കിക്കേ, കാഗസ് കി നാവ് ബനാന ആതാ ഹേ. കാഗസ് കി നാവ്, കാഗസ് എന്ന് വെച്ചാൽ എന്താണ്? പേപ്പർ ആണല്ലേ. പേപ്പർ ബോട്ട്, നാവ് എന്ന് വെച്ചാൽ എന്താ? തോണി, ബോട്ട് എന്നുള്ള അർത്ഥമാണ് അല്ലേ. അപ്പൊ പേപ്പർ ബോട്ട് ബനാന ആത്താ ഹേ. ബനാന എന്ന് വെച്ചാൽ എന്താണ്? ഉണ്ടാക്കാൻ അറിയാം അല്ലേ. ആർക്കായിരുന്നു ഉണ്ടാക്കാൻ അറിയുന്നത്? കുരുത്തം കെട്ടവനാണ് അവൻ. എന്താണ്? നട്ട്കട്ടാണ്. അപ്പൊ നട്ട്കട്ടാണ് അല്ലേ. അപ്പൊ നമുക്ക് ഈ കളർ നട്ട്കട്ടിന് കൊടുക്കാം കേട്ടോ. നട്ട്കട്ടാണ് അല്ലേ. കാഗസ് കി നാവ് ബനാന ആത്താ ഹേ, നട്ട്കട്ടിന്. അടുത്ത നോക്കിക്കേ, നദി മേ തേർന ആത്താ ഹേ. നദി മേ തേർന ആത്താ ഹേ. ആർക്കായിരുന്നു? നദിയിൽ. തേർന എന്ന് വെച്ചാൽ നീന്തുക എന്നുള്ള അർത്ഥമാണ്. നീന്താൻ ആർക്കായിരുന്നു അറിയുന്നത്? നമ്മുടെ പയ്യൻ, നമ്മുടെ ചെറിയ മോൻ നട്ട്കട്ട് വീണപ്പോൾ ആരായിരുന്നു നീന്തി രക്ഷിച്ചത്? ചട്ട്പട്ടായിരുന്നു. അപ്പം ചട്ട്പട്ടാണ് അല്ലേ. നദീമേ തേർന ആത്താ ഹേ, ചട്ട്പട്ടിന് അല്ലേ. അപ്പൊ അടുത്ത നോക്കിക്കേ, ബാഗ് സേ ആം തോടുത്താ ഹേ. ബാഗ് എന്ന് വെച്ചാൽ തോട്ടമായിരുന്നു. ആം എന്ന് വെച്ചാൽ എന്താണ്? മാങ്ങയാണ്. തോടുത്താന്ന് വെച്ചാൽ എന്താണ്? പൊട്ടിക്കുക എന്നുള്ള അർത്ഥമാണ് അല്ലേ. അപ്പൊ നമ്മുടെ തോട്ടത്തിലൊക്കെ കയറി ആമ പൊട്ടിക്കുന്ന, മാങ്ങ പൊട്ടിക്കുന്ന ആളായിരുന്നു ആരായിരുന്നു? ഇങ്ങനത്തെ കുരുത്തക്കേടൊക്കെ ആരാ ചെയ്യുക? നട്ട്കട്ടാണ്. അപ്പൊ ഇതിന്റെ ആളാരാണ്? നട്ട്കട്ടാണ് അല്ലേ. അപ്പം നട്ട്കട്ടാണ്. ബാഗസെ ആം തോടുത്താ ഹേ. അടുത്ത് നോക്കിക്കേ, മാസേ ശിക്കായത് കരുത്താ ഹേ. അമ്മയോട് പരാതി പറയുന്ന ആളല്ലേ. അമ്മേ, ഈ അനിയനെ കൊണ്ട് തോറ്റമ്മേ, ചെക്ക എന്തൊക്കെയോ ചെയ്തു വെക്കുന്നതെന്ന് പറഞ്ഞിട്ട് എന്താണ്? എപ്പോഴും ശിക്കായത്ത്. ശിക്കായത്ത് എന്ന് വെച്ചാൽ എന്തായിരുന്നു? പരാതി അല്ലെ. എന്താണ്? മാസേ, അമ്മയോട്, ശിക്കായത് കർത്താ ഹേ, പരാതി പറയുന്ന ആൾ ആരായിരുന്നു? ചേട്ടനായിരുന്നു. ചട്ട്പട്ടായിരുന്നു അല്ലേ. ഓക്കെ, സെറ്റ്. ഇതും മനസ്സിലായിട്ടുണ്ട്. അടുത്ത് നോക്കിക്കേ, ബർഗദ് കി. ബർഗദ് എന്ന് വെച്ചാൽ എന്തായിരുന്നു? ആൽമരായിരുന്നു അല്ലേ. ആൽമരത്തിന്റെ ജഡേ പക്കഡ്കർ. ജഡേ എന്ന് വെച്ചാൽ എന്താണ്? വേര്. പക്കഡ്കർ, പക്കഡ്കർ പിടിച്ചിട്ട്. ചൂലാ ചൂൽത്താ ഹേ, ഊഞ്ഞാലാടുന്ന ആളായിരുന്നു. ആര്? ഊഞ്ഞാലൊക്കെ ആടി എന്താ മെല്ലെ മെല്ലെ സ്കൂളിലേക്ക് പോകുന്ന ആളാരായിരുന്നു? നട്ട്കട്ടാണ്. കുസൃതിക്കുട്ടനാണ് അവനായിരുന്നു അല്ലേ. അപ്പം ബർഗദ് കി ജഡേ പക്കഡ്കർ ചൂലാ ചൂൽത്താ ഹേ, ഊഞ്ഞാലാടുന്നു. ആര്? നട്ട്കട്ട് അല്ലേ. അപ്പൊ അവസാനത്തെ നോക്കിക്കേ, ആരായിരിക്കും? ചോട്ടേ കാ ഹാത്ത് പക്കഡ്കർ ദോഡ്താ ഹേ. ചോട്ടേക്ക, കുഞ്ഞൻ്റെ ഹാത്ത്. ഹാത്ത് എന്ന് വെച്ചാൽ കൈയായിരുന്നു അല്ലേ.
പക്കെടുക്കർ പിടിച്ചിട്ട് ദോടുത്താഹേ ഓടുന്ന ആളാരായിരുന്നു? സ്കൂളിൽ നേരം വൈകുന്ന സമയത്ത് കുഞ്ഞന്റെ കൈയും പിടിച്ച് ഓടുന്ന ആളാരായിരുന്നു? ചേട്ടനായിരുന്നു, ചട്പട്ടായിരുന്നു. അപ്പൊ ആൻസർ ആരാണ്? ചട്പട്ടാണ്. അപ്പൊ മകൾ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ വളരെ സാധ്യതയുണ്ട്. അപ്പൊ ഇതൊക്കെ പഠിച്ചു വെക്കാം കേട്ടോ. ഇനി ബോണസ് പോയിന്റ് ആണ്. ഇനിയും പോയിന്റ്സ് ഉണ്ടല്ലോ നമ്മുടെ ഈ ടെക്സ്റ്റില്. അപ്പൊ നോക്കിക്കേ, ചട്പട്ടിനും നട്കട്ടിനെയും കുറിച്ച് കുറച്ച് കാര്യങ്ങളും കൂടി മിസ് പറയാം. ഇതും നിങ്ങൾ പഠിച്ചു വെച്ചേക്കാം കേട്ടോ. അപ്പൊ നോക്കിക്കേ, 5वीं में पढ़ते हैं, 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന വലിയവൻ ആരായിരുന്നു? ചട്പട്ടായിരുന്നു. കുഞ്ഞൻ ഏത് ക്ലാസ്സിലാണ്? നട്കട്ട് ഏത് ക്ലാസ്സിലായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്? തീസരി മേ പഠിത്തേ ഹേ, 3ാം ക്ലാസ്സിലായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഈ പോയിന്റ് സെറ്റ് ആയിട്ടുണ്ട്, മനസ്സിലായിട്ടുണ്ട്, കത്തിയിട്ടുണ്ട്. നോക്കിക്കേ, അടുത്ത് നോക്കിക്കേ, തേസ് തേസ് ചൽത്താ ഹേ, വേഗത്തിൽ ചൽത്താ ഹേ. അല്ലേ, ചൽത്താ ഹേ എന്ന് വെച്ചാൽ എന്താണ്? വേഗത്തിൽ നടന്നു പോയിട്ടുണ്ടായിരുന്നത് ആരായിരുന്നു? ചട്പട്ടായിരുന്നു അല്ലേ. എടാ, സ്കൂളിലേക്ക് പോകുന്ന ആ സമയത്ത് സ്കൂളിലേക്ക് പോകണം എന്നുള്ള ആ ഒരു ഇതോടു കൂടി നടക്കുന്ന ആളാരായിരുന്നു? ചട്പട്ടായിരുന്നു. പക്ഷേ ധീരെ ധീരെ ചൽത്താ ഹേ, മെല്ലെ മെല്ലെ നടക്കുന്ന ആളാരായിരുന്നു? കണ്ട കാക്കേനെയും പൂച്ചേനെയും ഒക്കെ നോക്കി നടക്കുന്ന ആളാരാണ്? നട്കട്ടാണ്, കുസൃതിക്കുട്ടനായിരുന്നു അല്ലേ. അപ്പം ധീരെ ധീരെ ചൽത്താ ഹേ, മെല്ലെ മെല്ലെ നടക്കുന്ന ആള്, മെല്ലെ മെല്ലെ പോകുന്ന ആള് നട്കട്ടാണ്. ഓക്കെ, അടുത്ത പോയിന്റ് നോക്കിക്കേ, ചോട്ടേക്ക ധ്യാൻ രഖ്ന പടുത്താ ഹേ. എല്ലാ മൂത്ത കുട്ടികളുടെയും ഒരു രോദനമാണ് അല്ലെ. നോക്കിക്കേ, ചോട്ടേക്ക ചെറിയവന്റെ, ധ്യാൻ രഖ്ന പടുത്താ ഹേ, ചെറിയവൻ എന്താണ്? എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം അല്ലെ, ശ്രദ്ധിക്കേണ്ടി വരുന്നു അല്ലെ. രഖ്ന പടുത്താ ഹേ എന്ന് വെച്ചാൽ എന്താണ്? ശ്രദ്ധിക്കേണ്ടി വരുന്നു എന്നുള്ള അർത്ഥമാണ് അല്ലെ. അപ്പൊ ചെറിയവനെ ശ്രദ്ധിക്കേണ്ട ജോലി ആർക്കായിരുന്നു? മൂത്തവനായിരുന്നു, വലിയവനായിരുന്നു, ചട്പട്ടിനാണ്. ഓക്കെ, പാനി മേ ഘിർ പടാ, ടൈറ്റാനിക് ഉണ്ടാക്കി നദിയിലേക്ക് തലയും കുത്തി വീണതാരായിരുന്നു? നമ്മുടെ കുസൃതിക്കുട്ടനാണ്, നട്കട്ടാണ് അല്ലെ. എന്താണ്? നട്കട്ടാണ്. പാനി മേ, വെള്ളത്തിൽ, ഘിർ പടാ, വീണവൻ ആരാണ്? നട്കട്ടാണ്. ഓക്കെ സെറ്റ്, അതും മനസ്സിലായിട്ടുണ്ട്. തൈർന ആത്താ ഹേ, നീന്താൻ അറിയുന്ന, നീന്തലിൽ പ്രോ ആയിട്ടുള്ള ആൾ ആരായിരുന്നു? ചട്പട്ടായിരുന്നു. നമ്മുടെ നട്കട്ട് നദിയിൽ വീണപ്പോൾ രക്ഷിച്ചവൻ ആരായിരുന്നു? ചേട്ടനായിരുന്നു, ചട്പട്ടായിരുന്നു. അപ്പൊ തൈർന ആത്താ ഹേ, നീന്താൻ അറിയാം ആർക്ക്? ചട്പട്ടിന്. ഓക്കെ, ഗിട്ടി പേരാന ആത്താ ഹേ, കല്ലെറിയുന്നതിൽ പ്രോ ആയിട്ടുള്ള ആൾ ആരായിരുന്നു? നമ്മുടെ നട്കട്ടായിരുന്നു അല്ലെ. എന്താണ്? ഗിട്ടി എന്ന് വെച്ചാൽ കല്ല് എന്നാണ് അർത്ഥം. പേരാന എന്ന് വെച്ചാൽ എന്താണ്? എറിയുക എന്നുള്ള അർത്ഥമാണ് അല്ലെ. അപ്പൊ എന്താണ്? ഗിട്ടി പേരാന ആത്താ ഹേ, കല്ലെറിയാൻ വേണ്ടി അറിയുന്നവൻ ആരാണ്? നട്കട്ടാണ്, കുരുത്തം കെട്ടവനാണ് അല്ലെ. അപ്പൊ ഇതേപോലെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളായിട്ട് മിസ് ഇനിയും വരുന്നതായിരിക്കും. മക്കള് ഈ ഒരു ബോക്സ് പഠിച്ചു വെച്ചേക്കാം. അപ്പോൾ ഓക്കെ, ബൈ. നമുക്ക് ഇനിയും കാണാം. ബൈ.